പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഓരോ പ്രഭാതവും സന്തോഷത്തിൻ്റെ അവസരമാണ്. ഓരോ പ്രഭാതവും നന്ദിയുടെ, കൃതജ്ഞതയുടെ സമയമാണ്. ദൈവത്തോട് ചേർന്ന് നന്ദി പറയാനും പ്രാർത്ഥിക്കാനും, ഒരിക്കൽ കൂടി ദൈവം അനുഗ്രഹിച്ചു എന്ന ബോധ്യത്തിലേക്ക് കടന്നു വന്ന് കൂടുതൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാനുമുള്ള സമയമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി എല്ലാവരെയും പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക നിയോഗമായി പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കടബാധ്യതകൾ അതനുഭവിച്ച് വേദനിക്കുന്നവരെ സമർപ്പിക്കാം. അതുവഴി ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നവർ, ഒരു പ്രത്യാശയുമില്ലാതെ ജീവിതത്തെക്കുറിച്ച് നിരാശയിൽ കഴിയുന്നവരൊക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള എല്ലാവരെയും ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ ശുശ്രൂഷയുടെ സമയം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിനായിട്ട് നമ്മെയും ഈ ശുശ്രൂഷയും സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നുണ്ട്. ഈ ശുശ്രൂഷ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സഹായവും എല്ലാ നേരവും ഇന്നത്തെ ദിവസം നമ്മിൽ നിറഞ്ഞു നിൽക്കുവാനായി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രത്യാശ നൽകണമേ. പരിശുദ്ധാത്മാവാണ് വചനം സ്വീകരിക്കുവാനായി നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലെല്ലാം വന്ന് നിറയണമേ. ഈ പ്രഭാതത്തിൽ തന്നെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് തിരുവചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 109:30. സങ്കീർത്തനങ്ങൾ 109:30.
എൻ്റെ അധരങ്ങൾ കർത്താവിനേറെ കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ കർത്താവിന് ഏറെ കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയാണത്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തെ പ്രകീർത്തിക്കും. സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നന്ദിയുള്ളവനായി ജീവിക്കും. നന്ദിയുള്ളവനായി എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നന്ദി പറയുമ്പോൾ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് മാത്രമാണ്. കാരണം ദൈവത്തിന് നമ്മുടെ നന്ദിയോ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ഞാൻ നന്ദി പറയുന്നത് അതൊരു പ്രാർത്ഥനയായി മാറി അത് വീണ്ടും കൂടുതൽ അനുഗ്രഹത്തിനായിട്ട് കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ്റെ പ്രാർത്ഥന, എൻ്റെ അധരങ്ങൾ കർത്താവിനേറെ കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. നന്ദി പറഞ്ഞ് സ്തുതിച്ച് കൃപയിലേക്ക് നമ്മൾ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ച് സ്തുതിക്കണം, നന്ദി പറയണം. രോഗങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കണം, നന്ദി പറയണം. സാമ്പത്തിക തകർച്ചകളെ സമർപ്പിച്ച് സ്തുതിക്കണം, നന്ദി പറയണം. ജീവിത പ്രശ്നങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കണം, നന്ദി പറയണം. തകർച്ചയുടെ മേഖലകളെ സമർപ്പിക്കണം, സ്തുതിക്കണം, നന്ദി പറയണം. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളുണ്ടാവും. എന്നാൽ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? പലപ്പോഴും ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളും ഈ ലോകത്തിലെ പ്രതിസന്ധികളും കടന്നു വന്നു കഴിയുമ്പോൾ നിരാശപ്പെട്ട് ആകുലപ്പെട്ട് ദുഃഖിച്ച് ജീവിതത്തെക്കുറിച്ച് തന്നെ പ്രത്യാശയൊന്നുമില്ലാതെ ജീവിതം തന്നെ മടുത്തു എന്ന ഒരു രീതിയിൽ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തേണ്ടത്. എൻ്റെ അധരങ്ങൾ കർത്താവിനേറെ കൃതജ്ഞത അർപ്പിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് നന്ദി പറയും, പ്രാർത്ഥിക്കും, അവനെ പ്രഘോഷിക്കും. നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്. ഈ തകർച്ചയിലും വേദനയിലും രോഗത്തിലും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു സാക്ഷ്യമായി തീരുകയാണ്. അവിടെ ലഭിക്കുന്ന ഒരു ആനന്ദവും സമാധാനവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെടുകയില്ല. അത് നമ്മളെ നിരാശയില്ലാതാക്കി കളയും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകളിൽ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് അതിനെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, നന്ദി പറയുക എന്നുള്ളതാണ്. അപ്പോൾ തകർച്ചകളുടെ മേഖലകളിലേക്ക് ദൈവം കടന്നു വരും. ദൈവത്തിൻ്റെ കൃപ അവിടെ ഒഴുകും. നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരും. അവിടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം നാം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് തിരുവചനം പഠിപ്പിക്കുക. സങ്കീർത്തനങ്ങൾ 116:17. സങ്കീർത്തനങ്ങൾ 116:17. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും, ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അതാണ് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും നാം ഒരുക്കമുള്ളവരായി തീരണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, കൃതജ്ഞതയോടെ നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയും, അവനോട് ചേർന്ന് നിൽക്കും. സങ്കീർത്തകൻ്റെ ഒരു മനോഭാവം അതായിരുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ തൻ്റെ ജീവിതകാലങ്ങളിലെല്ലാം ഈ അനുഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായും സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു. വീഴ്ചയുടെ കാലഘട്ടങ്ങളിൽ പോലും ദൈവത്തിലേക്ക് നോക്കുവാൻ സാധിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നു, കൃതജ്ഞതയുടെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. എല്ലാം ദൈവം നൽകിയതാണ് എന്ന ബോധ്യത്തിൽ നിന്നും സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഭാവത്തിൽ നാം ദൈവത്തിൻ്റെ മുൻപിലായിരിക്കണം.
ദൈവം മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മനുഷ്യൻ കൃതജ്ഞതയുള്ളവനാകുമ്പോഴാണ് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മിലേക്ക് ഒഴുകുന്നത്. തിരുവചനത്തിൽ നാം വീണ്ടും കാണുന്നു, കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അവനിൽ സകല സമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. അതായത് കർത്താവിൽ എല്ലാ പൂർണ്ണതയും ഉണ്ട് എന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ പൂർണ്ണനായവൻ യേശുവാണ്. ആ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കാണ് ആ പൂർണ്ണത പ്രാപിക്കുവാൻ സാധിക്കുന്നത്. പൂർണ്ണനായവനോട് ചേർന്ന് നിന്ന് പൂർണ്ണതയിൽ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ തന്നെ പൂർണ്ണനായവന് സമർപ്പിക്കണം. അതുകൊണ്ടാണ് തിരുവചനം പറഞ്ഞേ, എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. എല്ലാ പൂർണ്ണതയും ദൈവത്തിൽ നാം കാണുന്നു. എല്ലാ പൂർണ്ണതയും ദൈവത്തിലുണ്ട്. അത് യേശുക്രിസ്തുവിലാണ് അത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം അവൻ ഈ ലോകത്തിലേക്ക് വന്നു, മനുഷ്യനായി പിറന്നു, മനുഷ്യരോടൊത്ത് വസിച്ചു. അപ്പോൾ പൂർണ്ണനായവനെ നാം കാണുന്നത് യേശുവിലാണ്. യേശുവിൻ്റെ മനോഭാവമാണിത്. അപ്പോൾ യേശു എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ സമയത്തെല്ലാം പിതാവിന് നന്ദി പറഞ്ഞ് കൃതജ്ഞതയർപ്പിച്ച് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 5 അപ്പം 5000 പേർക്ക് കൊടുക്കുമ്പോൾ ആ ജനങ്ങളെല്ലാം സമൃദ്ധിയോടെ തിന്ന് വയറ് നിറഞ്ഞ് സന്തോഷിക്കുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ആ 5 അപ്പം കരങ്ങളിലെടുത്ത് ഉയർത്തി പിതാവിന് നന്ദി പറയുന്ന ഒരു മനോഭാവം യേശുവിനുണ്ടായിരുന്നു. കാരണം എന്താണ്? പൂർണ്ണത അവനിലുണ്ടായിരുന്നു, പിതാവിൻ്റെ പൂർണ്ണത അവനിലുണ്ടായിരുന്നു. ആ പൂർണ്ണത പുത്രനായ യേശു തൻ്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. പിതാവിന് നന്ദി പറയുന്നവനായി ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരായി ജീവിക്കുമ്പോൾ ഇരട്ടി അനുഗ്രഹങ്ങൾ വരുമെന്നാണ് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെറും 5 അപ്പം കരങ്ങളിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് പിതാവിന് കൃതജ്ഞതയും അർപ്പിച്ചപ്പോൾ, നന്ദി പറഞ്ഞപ്പോൾ, സ്തുതിച്ചപ്പോൾ അത് 5000 പേരുടെ വയറ് നിറയുവാനും തുടർന്ന് 12 കുട്ട നിറയെ ശേഖരിക്കുവാനും തക്കവിധം കൃപയായി അനുഗ്രഹമായി മാറി. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് ആവശ്യമായതിനെക്കുറിച്ചെല്ലാം ആകുലതയിലും ദുഃഖത്തിലും കഴിയാതെ അതിനെല്ലാം ദൈവകരങ്ങളിലേക്ക് എടുത്തു പിടിച്ച് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയാൻ തുടങ്ങുമ്പോഴേക്കും, കൃതജ്ഞത അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതങ്ങളിൽ മാറും. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം. നന്ദിയുള്ളവരായി തീരാൻ, നന്മയിൽ വളരുവാൻ, കൃപയിൽ ജ്വലിക്കുവാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, യേശു പിതാവിനോട് ചേർന്ന് നിന്ന് നന്ദിയോടെ ജീവിത മേഖലകളെയെല്ലാം മുൻപോട്ട് നയിച്ച് അനേകർക്ക് രക്ഷയായി തീർന്നു. അതുപോലെ നമ്മുടെ ജീവിത മേഖലകളിൽ വരുന്ന സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും യേശുവിനെ സമർപ്പിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് കൃപയാക്കി മാറ്റുവാനായി നമുക്ക് അനുഗ്രഹം യാചിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഓർക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ നിയോഗം, കടബാധ്യതകൾ, ജീവിത തകർച്ചകൾ, അതുവഴി ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക മേഖലകളിൽ പരാജയപ്പെട്ടവർ, അവരെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സാമ്പത്തിക മേഖലയുള്ള തകർച്ചയിൽ ദുഃഖിച്ച് നിരാശരായി കഴിയുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനേകരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർ, കുടുംബ ബന്ധങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ രോഗവും രോഗപീഠകളും,
രോഗികളായിരിക്കുന്നവരെ, പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെ രോഗികളായിട്ടുള്ളവരുണ്ടാവാം. അവരെയൊക്കെ ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കാം. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗം ഓർക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് അതെല്ലാം സമർപ്പിക്കാം. നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. മരിയൻ കൂടാരങ്ങളിലൊക്കെ ആയിരുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരോട് ചേർന്ന് ഇന്നേ ദിവസം നമുക്കൊരു ജപമാലയോ കരുണജപമാലയോ ഒക്കെ ചൊല്ലി ഒരു പ്രാർത്ഥനയുടെ കൃപയിലേക്ക് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. സകല വിശുദ്ധരുടെയും പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം യാചിക്കാം. കാവൽ മാലാഖമാരുടെ പ്രാർത്ഥനാ സഹായവും മധ്യസ്ഥവും യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ അവരുടെ മധ്യസ്ഥത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. അവരെ ഓർക്കാം. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധനെ പ്രത്യേകം ഓർത്ത് മധ്യസ്ഥം യാചിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളുമെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പൂർണ്ണമായ ബോധ്യത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ, അങ്ങേക്കാരാധന. ആയിരം ആരാധന, അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. രോഗം മാറ്റും, ശാപം നീക്കും, സൗഖ്യം പകരും തിരുരക്തം. രോഗം മാറ്റും, ശാപം നീക്കും, സൗഖ്യം പകരും തിരുരക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം, എന്നിൽ അത്ഭുതം തീർക്കും രക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം, എന്നിൽ അത്ഭുതം തീർക്കും രക്തം. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ, നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. അങ്ങേക്കാരാധന. ആയിരം ആരാധന. അങ്ങേക്കാരാധന. ആത്മാവിലാരാധന.
തിരുസഭയോട് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദിക ഗണങ്ങളോടും സന്യസ്തരോടും സമർപ്പിതരോടും ദൈവജനത്തോടുമെല്ലാം ചേർന്ന് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസ്സു നമിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സമാധാനത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.